വീണ്ടും ഒരു കാലവർഷത്തിൽ വയനാടിനെ നടുക്കി മേപ്പാടി കള്ളാടിയിൽ വൻ മണ്ണിടിച്ചിൽ. ആനക്കാമ്പൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത നിർമ്മാണം നടക്കുന്ന മീനാക്ഷി പാലത്തിന് സമീപമാണ് ദുരന്തമുണ്ടായത്. എന്നാൽ ഈ ദുരന്തം പ്രകൃതിക്ഷോഭം മാത്രമല്ല, മറിച്ച് നിർമ്മാണ കമ്പനിയുടെയും കരാറുകാരുടെയും കടുത്ത അനാസ്ഥയുടെ ഫലമാണെന്ന ആരോപണവുമായി മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തി. വയനാടിൻ്റെ കണ്ണീരുണങ്ങും മുമ്പാണ് വീണ്ടും ഒരു ദുരന്ത വാർത്ത കൂടി മലയോര മേഖലയെ തേടിയെത്തിയിരിക്കുന്നത്. മേപ്പാടി കള്ളാടി മീനാക്ഷി പാലത്തിന് സമീപം തുരങ്കപാത നിർമ്മാണം നടക്കുന്ന സ്ഥലത്താണ് വലിയ തോതിൽ മണ്ണിടിച്ചിലുണ്ടായത്. നിർമ്മാണ തൊഴിലാളികൾ താമസിക്കുന്ന ക്യാമ്പുകളിലേക്കും വാഹനങ്ങളിലേക്കുമാണ് ടൺ കണക്കിന് മണ്ണും കല്ലും ഇടിഞ്ഞു വീണത്. എന്നാൽ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായ വലിയ വീഴ്ചയാണ് ഈ ദുരന്തത്തിന് വഴിവെച്ചത്. നിർമ്മാണത്തിൻ്റെ ഭാഗമായി ഇവിടെ വലിയ തോതിൽ മണ്ണെടുത്തു മാറ്റാതെ കുന്നുകൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. ശക്തമായ മഴ പെയ്യുമ്പോൾ ഈ മൺകൂനകൾ വലിയ അപകട ഭീഷണിയാണെന്ന് അധികൃതർ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയതാണ്. എന്നാൽ കോൺട്രാക്ടർമാർ ഈ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും കാറ്റിൽ പറത്തുകയായിരുന്നു. കുന്നുകൂടിയ മണ്ണ് യഥാസമയം നീക്കം ചെയ്യാതിരുന്നതാണ് ഒടുവിൽ ഇത്രയും വലിയൊരു ദുരന്തത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതെന്ന് മന്ത്രി ടി സിദ്ദീഖ്, CK കാസിം MLA ഉൾപ്പെടെയുള്ളവരും കുറ്റപ്പെടുത്തിയിരുന്നു. ദുരന്തം ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോകുമെന്നും ഇരുവരും പറഞ്ഞു. ഇപ്പോൾ ജില്ലാ ഭരണകൂടവും അതുപോലെ തന്നെ റെസ്ക്യൂ ഓപ്പറേഷന് എല്ലാ അർത്ഥത്തിലുള്ള പിന്തുണയും ഗവൺമെന്റ് നൽകിയിട്ടുണ്ട്. അവിടെ NDRFും അതോടൊപ്പം തന്നെ ഫയർഫോഴ്സും അതോടൊപ്പം തന്നെ പോലീസും സന്നദ്ധ സേവകരും ഒക്കെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പ്രതിരോധിച്ചിട്ടുണ്ട്. ഏതായാലും ശരി, അതിന്റെ ഭാഗമായിട്ട് രക്ഷാപ്രവർത്തനം നന്നായി മുന്നോട്ട് പോകുന്നതുകൊണ്ട് വലിയ കാഷ്വൽസ് ഒന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. എന്നിരുന്നാലും ചില സംശയങ്ങളുണ്ട്. അതുകൂടി ക്ലിയർ ചെയ്താൽ വലിയ അപകടം ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം. ഏതായാലും ശരി, വലിയ ഒരു പാനിക്കായ കണ്ടീഷനായിരുന്നു രാവിലെ. ഇപ്പോൾ ചെറിയ ആശ്വാസം വരുന്നുണ്ട്. ആ രൂപത്തിലാണ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ. ന്യൂസ് ഡെസ്ക് CTV പ്രാദേശിക വാർത്ത.